ഇന്ത്യ ആക്രമിക്കപ്പെട്ടു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും. പറഞ്ഞത് ശരി തന്നെയാണ്. ഇന്ത്യ ആക്രമിക്കപ്പെട്ടു. നമുക്ക് പല രാജ്യങ്ങളിലും ഹൈക്കമ്മീഷൻ ഓഫീസുകളുണ്ട്. ഈ ഓഫീസുകൾ ആക്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ ബംഗ്ലാദേശിൽ ഒരു അനിഷ്ട സംഭവം നടന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ഇലക്ഷൻ വരികയാണ്. ഈ ഇലക്ഷനിൽ ഇൻഖിലാബ് മഞ്ചയുടെ സ്പോക്സ് പേഴ്സൺ, അതായത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ഷരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ഒരു നേതാവിനെ അവിടെ വെടിവെച്ച് കൊന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉടലെടുത്തു. ആ നേതാവിനെ വെടിവെച്ച് കൊന്നത് അജ്ഞാതനാണ്, മുഖംമൂടിധാരികളാണ്. അത് ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ധാക്ക, ഖുൽസ, ചറ്റോഗ്രാം എന്നിവിടങ്ങളിൽ വലിയ രീതിയിലുള്ള അരാജകത്വം അരങ്ങേറുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് 18 അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ധാക്ക ടൈംസ് അടക്കമുള്ള പത്രം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ബംഗ്ലാദേശ് അക്ഷരാർത്ഥത്തിൽ കത്തിയെരിയുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിന്റെ പിന്നിൽ ISI ആണ്, അതായത് പാക് ചാര സംഘടനയായിട്ടുള്ള ISI ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. പക്ഷേ ISIയുടെ നേരിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഇതിലില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ISI അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള വർഗീയ തീവ്രവാദ സംഘടനകളെ പാലൂട്ടി വളർത്തി മദ്രസകളിലൂടെ പരിശീലിപ്പിച്ച് പുറത്തിറക്കി അവരെയാണ് പ്രക്ഷോഭത്തിലേക്ക് അഴിച്ചുവിട്ടിരിക്കുന്നത് എന്ന് കൃത്യമായി ബംഗ്ലാദേശി മാധ്യമങ്ങളായിട്ടുള്ള ബ്ലിറ്റ്സ് അടക്കമുള്ളവ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇപ്പോഴിതാ ISI ജമാഅത്തെ ഇസ്ലാമി വഴി ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസ് ധാക്കയിലേത് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. പോരാത്തതിന് അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ രാജ്ഷാഹി, ഖുൽന, ചിറ്റോഗ്രാം എന്നിങ്ങനെയുള്ള 3 സ്ഥലങ്ങളിലെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ ഓഫീസും ഇപ്പോൾ ഇന്ത്യയുടേത് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. ധാക്കയിലെ ഹൈക്കമ്മീഷൻ ഓഫീസും ഈ 3 അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ ഓഫീസും കൂടെ ആകുമ്പോൾ 4 ഹൈക്കമ്മീഷൻ ഓഫീസാണ് അവിടെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഗുലാം പർവാർ എന്ന് പറയുന്ന ഒരു തീവ്രവാദി, ഇവൻ ഒരു തീവ്രവാദി എന്നതിലുപരി ജമാഅത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറി ജനറൽ കൂടെയാണ്. ഈ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ഇവൻ പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശ് ഇപ്പോഴും കിഴക്കൻ പാകിസ്ഥാൻ തന്നെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം 1974 നമ്മൾ യുദ്ധത്തിലൂടെ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും രണ്ടാക്കി ബംഗ്ലാദേശിലെ മുജീബുർ റഹ്മാൻ സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ നോക്കി പല്ലിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ പ്രവിശ്യ തന്നെയാണ് ബംഗ്ലാദേശ് എന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദിയായിട്ടുള്ള ഗുലാം പർവാർ. ഈ സാഹചര്യം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇതിനെ ഇന്ത്യ വളരെ ജാഗ്രതയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.